ഓഡു വേർഷൻ 16 കുറച്ച് പഴയ വെർഷനിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന മാനുവലി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അതിന് ഞാനിവിടെ ഉദാഹരണത്തിന് അക്കൗണ്ടിങ് ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ബാങ്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നുമില്ല സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, ഒന്നും ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു എക്സലിൻ്റെ ഫോർമാറ്റ് ടെംപ്ലേറ്റ്, ആ ടെംപ്ലേറ്റ് ഏതാണെന്ന് അറിയണം. ആ ടെംപ്ലേറ്റിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനെ മാറ്റിയ ശേഷം ആ സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഡേറ്റ് കോളാണ്. ഡേറ്റ് കോളം നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ സിസ്റ്റം എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് നോക്കണം. ഞാനിവിടെ ഇപ്പോൾ 31/1/2020 കൂടെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഡേറ്റ് ആണോ ഫസ്റ്റ് മാസമാണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ വരാം. കാരണം 12-ന് താഴെ ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ ഞാൻ 31 കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അത് ആദ്യം അറിയണം, നമ്മളെ സിസ്റ്റം ഡേറ്റ് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അറിയണം. ഓക്കെ, ഇതിപ്പം 31 ഉള്ളതുകൊണ്ട് ഇത് ഫസ്റ്റ് മാസമാണ് നമ്മുടെ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ എറർ പറയും. കാരണം 31 പറയുന്ന മാസം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലേബൽ എന്ന് പറഞ്ഞിട്ട് ലേബൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലേബലാണ് ഓരോ ലൈനിൻ്റെയും റെഫറൻസ്, നരേഷനാണ് ലേബൽ. പിന്നെ എമൗണ്ട് എന്ന് പറയുന്നത് മൈനസിൽ കാണുന്നതൊക്കെ പേയ്മെൻ്റ് ആണ്, പ്ലസ് കാണുന്നതൊക്കെ ഡെപ്പോസിറ്റാണ്, നമുക്ക് റിസീവ് ചെയ്താണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റിനൊരു നെയിം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നു. അത് നമ്മൾ സാധാരണ രീതിയിൽ സെറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഞാൻ വിചാരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ജനുവരി 2020 ആണ് വിചാരിക്കുക. അത് എല്ലാ ലൈനിലും സെയിം ആണ്, ഞാൻ കൊടുത്തു. ഓക്കെ, പിന്നെ റഫറൻസ്. ഈ റഫറൻസ് എന്ന് പറയുന്നത് നമ്മളിത് ഓരോന്നും ജേണൽ എൻട്രി ആയി മാറും. നമ്മൾ റിക്കൺസിൽ ചെയ്യുമ്പോൾ ഓരോന്നും ജേണൽ എൻട്രി ആയി മാറും. അങ്ങനെ ജേണൽ എൻട്രി ആയി മാറുമ്പോൾ ആ ജേണൽ എൻട്രിക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇത് ഏത് റെഫറൻസ് ആണെന്നുള്ളത് ഞാനിവിടെ പറയാം. ജേണൽ എൻട്രീസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ന്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഒരു റെഫറൻസ് കാണുന്നുണ്ട്. ഇവിടെ റെഫറൻസ് വരും. നമുക്കിപ്പം നമ്മളൊരു എന്തെങ്കിലും എക്സ്പെൻസ് എൻട്രി, ഞാൻ വെറുതെ ഒരു എക്സ്പെൻസ് എൻട്രി ഇടാം. ഇവിടെ എക്സ്പെൻസ് എൻട്രി, ഈ എൻട്രീൻ്റെ നരേഷൻസ് ഇവിടെയാണ് എടുക്കൽ. ഈ ഒരു ലൈനിൻ്റെ അത് 100 എന്ന് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ, ഓക്കെ 1000 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ആണെന്ന് വിചാരിക്കുക. ക്യാഷ് ഇത് ശരിയായ മെത്തേഡല്ല പറയുന്നത്, ജേണലിങ്ങിനെ എല്ലാ പേയ്മെൻറ്റ് എൻട്രി ഒടുവിലിടൽ, എന്നാലും ഞാൻ കാണിക്കാൻ വേണ്ടി പറയുന്നത്. ഇവിടെ ക്യാഷിൻ്റെ നരേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ലൈനിന് നരേഷൻസ് ആയിട്ടുണ്ട്. പക്ഷേ ഈ എൻട്രിക്ക് ഒരു കോമൺ ആയിട്ടുള്ള റെഫറൻസ്, ആ റെഫറൻസാണ് ഇത്. ആ റെഫറൻസാണ് നമ്മളവിടെ കണ്ട സാധനം. ഓക്കെ, ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി നമ്പർ വരും, ഇവിടെ ഒരു റെഫറൻസ് ഉണ്ട്. ഓക്കെ, വീണ്ടും തിരിച്ച് നമുക്ക് ബാങ്ക് ഡാഷ്ബോർഡിലേക്ക് പോകാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ ഡാഷ്ബോർഡ്. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റെഫറൻസ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ചിലപ്പോൾ ഈ റെഫറൻസ് അവിടെ കാണില്ല, ഇമ്പോർട്ട് ചെയ്താലും കാണുന്നത് ജേണൽ എൻട്രി ആകുമ്പോൾ. ഇനി ഇതിനെ വേർഷൻ 16 ആയതുകൊണ്ട് നമ്മൾ ഇതിനെ സേവ് ചെയ്തിരിക്കുന്നത് CSV ഫോർമാറ്റ് ആയിട്ടാണ്. കോമ ഡെലിമിറ്റഡ് CSV ഫോർമാറ്റായിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. പേര് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ CSV ഫോർമാറ്റാണ്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഡാഷ്ബോർഡിലേക്ക് വരുന്നു. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇതാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ CSV ഫോർമാറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഡേറ്റ് മാച്ച് ആക്കണം, ഡേറ്റിലേക്ക് തന്നെ. ലേബൽ മാച്ച് ആക്കിയിട്ടുണ്ട്, എമൗണ്ട് ആക്കിയിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ടുണ്ട്. ബാങ്ക് റെഫറൻസും മാച്ച് ആക്കിയിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു എറർ വരുന്നുണ്ട്. കോമൺ ആയിട്ട് അത് വരും. കാരണം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ കാണാനില്ല, മാച്ച് ചെയ്യാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എന്നാണ്. മാച്ച് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനൊരു പേരിൽ ഈ ഒരു SBI എന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. കുഴപ്പമില്ല, അതുണ്ടാവില്ല, ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. അത് വേണ്ടത് ക്രിയേറ്റ് ന്യൂ വാല്യൂസും കൊടുക്കുക. എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ഇല്ലാത്തത് കൊണ്ട് അത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യും സിസ്റ്റം. ഇനി ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തു. ഈ ലെഫ്റ്റ് കാണുന്നതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത നമ്മളെ വാല്യൂസ്. ഓക്കെ, ഇനി ഇതിൽ ഏതെങ്കിലും ഒരു എൻട്രി ഡിലീറ്റ് ചെയ്യണമെന്നിരിക്കാം. ഇത് 150 ഓൾറെഡി നമ്മൾ എൻട്രി ചെയ്ത് പോവുകയോ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അല്ലെങ്കിൽ വേണ്ട, ഈ 245 അല്ലെങ്കിൽ 10, ഓക്കെ 10 എടുക്കുക. ഈ 10 നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഈ എൻട്രി സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിവിടെ വരിക, ഇവിടെ ഒരു ലിസ്റ്റ് വ്യൂ ഉണ്ട്. ലിസ്റ്റ് വ്യൂ എടുക്കുക, അതിൽ കാണിക്കും ആ 10 എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ആക്ഷൻസിൽ പോയിട്ട് ഡിലീറ്റ് അടിക്കുക. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലൈൻ പോകും. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് നെയിം വന്നിട്ടുണ്ട്, കണ്ടില്ലേ, സ്റ്റേറ്റ്മെൻറ്റ് നെയിം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിക്കൺസിൽ 8 ഐറ്റം ചെയ്തതിൽ 1 ഡിലീറ്റ് ചെയ്തു, 7 റിക്കൺസിൽ ചെയ്യാനുണ്ട്. 7 റിക്കൺസിൽ ചെയ്യുമ്പോൾ നമ്മളിപ്പം ഫസ്റ്റത്തെ ഒന്ന് ഈ 856 എന്നില്ലേനെ നമ്മൾ ഒരു എക്സ്പെൻസ് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ റിക്കൺസിൽ ചെയ്യാമെന്ന് വിചാരിക്കുക. മാനുവൽ റിക്കൺസിൽ നമുക്കിവിടെ RD എക്സ്പെൻസസിലേക്ക് കൊണ്ടിട്ടു.
856 ആർ ഡി എക്സ്പെൻസിലേക്ക് കൊണ്ടുപോയിട്ട് വാലിഡേറ്റ് ചെയ്തു. ഓക്കെ, അത് റീകൺസിലായി, ഒരു എൻട്രി റീകൺസിലായി. ഓക്കെ, ഇനി നമ്മൾക്ക് ആർ ഡി എക്സ്പെൻസസ് പോയി നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ റഫറൻസ് നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ 2020 എൻട്രി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആർ ഡി എക്സ്പെൻസ് കൊടുക്കുമ്പോൾ 2020 കൊടുക്കുമ്പോൾ അവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ റിക്കൺസിൽ ചെയ്ത എൻട്രിയാണ്, ബാങ്ക് പേയ്മെൻറ്റ് എൻട്രി. അത് വ്യൂ ജേണൽ എൻട്രി എടുക്കാം. ഇവിടെ കണ്ടില്ലേ, ഇതാണ് നമ്മൾ റഫറൻസ് 6. ഈ റഫറൻസ് 6 ആണ് നമ്മൾ നേരത്തെ കൊടുത്ത റഫറൻസ്. ലേബൽ ഇവിടെ വന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെ ഈച്ച് ലൈൻ ലേബൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡ്. ഇനി നമ്മൾ വീണ്ടും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി നോക്കുക. നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് റിക്കൺസിൽ എടുത്തതിന് ശേഷം ലിസ്റ്റ് വ്യൂ ചെയ്താലാണ് നമുക്ക് എൻട്രീസ് കാണാൻ പറയാം. നമുക്ക് ഏതെങ്കിലും ഒരു എൻട്രി ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ വരേണ്ടതല്ല, ഇത് വേറെ സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ ഇത് ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് മാറ്റാൻ പറ്റുന്നത്. വേറെ സ്റ്റേറ്റ്മെൻറ്റ് SBI ജനുവരി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, വേറെ അതൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതിലേക്കാണെങ്കിൽ സേവ് അത് ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മൂവ് ആയിക്കോളും. സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് ജസ്റ്റ് റെഫറൻസ് മാത്രമാണ്. ഇനി എൻട്രീസ് ഡിലീറ്റ് ചെയ്യാണ് ഞാൻ പറഞ്ഞു. ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യും. നേരത്തെ പോസ്റ്റ് ചെയ്ത റിക്കൺസിൽ ചെയ്ത എൻട്രി പോവില്ല, അത് ജേണലായിട്ടുണ്ട്, അത് വേറെ മെത്തേഡിൽ തന്നെ ഡിലീറ്റ് ചെയ്യണം. ഈ രീതിയിലാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ എൻട്രീസ് എക്സലിൽ ടോട്ടൽ എത്ര എൻട്രീസാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എൻട്രീസാണ് ഇവിടെ ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 എൻട്രീസാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാവും. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്ത ശേഷം ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നെയിമിൽ സിസ്റ്റത്തിൽ എത്രയാണ് കയറിയത് നോക്കുക. ഒന്ന് മാത്രമല്ല, അതിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടോട്ടലും കൂടെ സെലക്ട് ചെയ്താൽ കിട്ടും. ഓക്കെ, ടോട്ടലും കൂടെ സെലക്ട് ചെയ്താൽ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നമ്മൾക്ക് അതിൽ കാണാൻ പറ്റും.